ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് സത്താറയിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ട് കണ്ടാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വെജ് റെസ്റ്റോറൻ്റാണ്. നമ്മുടെ നാട്ടിലെ ശരവണ ഭവനൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻ്റ്, ഒരു ഹോട്ടൽ ചെയിൻ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. റാവു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഏരിയയിൽ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് കേട്ടോ. അത് പ്യുവർ വെജാണ്. പ്യുവർ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാമൻ ചോദിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലത്തെ ഫുഡെല്ലാം കഴിച്ച് വന്നിട്ടുള്ളത്, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്റ്റൈലിലുള്ള ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മാമന് ഞങ്ങളെ ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ട്രഡീഷണലാണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ എല്ലാതും അവരെ ട്രഡീഷണൽ സ്റ്റൈലിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ടേബിളാകട്ടെ, ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെങ്കല്ലുകൊണ്ട് അവരിങ്ങനെ ചെയ്തിട്ട് മണ്ണൊക്കെ തേച്ചിട്ട് അങ്ങനെ പോളിഷ് ചെയ്തേക്കണം. ഗ്ലാസ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് എല്ലാം അതിങ്ങനെ അവരെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഫ്ലോറിംഗ് ഒന്നും ടൈൽ ഫ്ലോറിംഗ് അല്ല, സാധാരണ ഒരു ഫ്ലോർ ചെയ്തിട്ട് അതിൽ പിന്നെ ഈ എന്തോ ഒരു ചാണം മെഴുകിയിട്ടുള്ള സെറ്റപ്പ് അങ്ങനെ എന്തോ തോന്നണ് ഫ്ലോറിംഗ് ഒക്കെ. ശിവാജി മഹാരാജിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്യുവർ വെജായിട്ടുള്ള ഭക്ഷണം എന്നതിന് ഉപരി ഒരുപാട് വെജിൻ്റെ നമ്മൊന്നും കേൾക്കാത്ത പേരും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. ഇപ്പം താലി തന്നെ പല ഐറ്റംസിലും പല സെറ്റപ്പിലുണ്ട്. അപ്പോൾ എനിക്കിതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല, എനിക്ക് വലിയ അച്ഛനില്ല. അപ്പോൾ എൻ്റെ മെനു കാർഡൊക്കെ മറാത്തിയിൽ അങ്ങനെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ ചോദിച്ചെന്താ വേണ്ട, ഞാൻ പറഞ്ഞ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനം ഓർഡർ ചെയ്തോളാം. അപ്പോൾ ആ ഓർഡർ ചെയ്തതും മെനു കാർഡ് നോക്കിയതൊക്കെ മാമനാണ്. ആ മെനു കാർഡ് നോക്കിയപ്പോൾ അതിലൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ മാമനോട് പറഞ്ഞ് നല്ല സാധനം എന്തെങ്കിലും ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ അങ്ങനെ കുറേ അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു അരിയുണ്ട്, അത് അതിൻ്റെ പേരെന്തോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ അവിടെ അങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ കാളവണ്ടിയുടെ ചക്രം, പിന്നെ പഴയ സാധനങ്ങളുണ്ടല്ലോ, പഴയ അവളുടെ ഐറ്റംസ്, അതായത് കൂടുതലായിട്ട് ഈ പഴമേനെ കൊണ്ടുവരാനായിട്ട് നല്ല പോലെ അവിടെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ നമ്മുടെ തൊട്ടില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഒരു പഴയൊരു ഫീലിംഗ് വരുത്താനായിട്ട് പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റെസ്റ്റോറൻറ്റ്. മെനു കാർഡ് കണ്ടില്ലേ, ഇതിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ്, പക്ഷേ ഇതിൻ്റെ പേരോ കാര്യങ്ങളോ കറക്റ്റ് നമ്മ പഞ്ചാബി താല അങ്ങനെ എന്തോ നമ്മൾ പറഞ്ഞത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ടർ കുറച്ച് ഐറ്റംസാണ് മാമൻ ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ താലി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മെനു കാർഡ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെ വെജിൽ തന്നെ കുറേ വെറൈറ്റി സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ അവർ ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ സബോളയും നാരങ്ങയും കൂടെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അത് ഈ നോർത്തിലെല്ലായിടത്തും സാധാരണ പൊതുവെ അങ്ങനെ ചെയ്യും കേട്ടോ, ടേബിളിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ നാരങ്ങ കണ്ടപ്പോൾ ലച്ചുമോള് പറഞ്ഞു ഞാൻ എക്സ്പ്രഷൻ ഇല്ലാണ്ട് നാരങ്ങ കഴിച്ച് കാണിക്കട്ടെ എന്നും പറഞ്ഞ് ചെയ്യണതാണ് കേട്ടോ. നോക്കിയാൽ മുഖത്ത് നോക്കിയാൽ ഒരു എക്സ്പ്രഷനും ഇല്ല, കയ്പോ പുളിയോ ഒന്നുമില്ല. വന്നിട്ട് കാണിക്കാത്താണോന്നറിയില്ല, എക്സ്പ്രഷനിലിടാ നാരങ്ങ മൊത്തം കടിച്ച് ചവച്ചരച്ച് കഴിച്ചിട്ടാണ്. ചലഞ്ചായിരുന്നു ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് വന്നതിന് ഞങ്ങൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സ്, ഇതിൻ്റെ പേരൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. മാമനാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എല്ലാതും വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി ഐറ്റംസും ആയിരുന്നു കേട്ടോ. ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില വെച്ചിട്ടുണ്ടാക്കിയത്, അതിപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് മല്ലിയില വെച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല മല്ലിയില, നല്ല ഫ്ലേവർ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം. സ്റ്റാർട്ടറാണ് ഇത്. ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ അതിൽ മാമൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറൊരു ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റാണ്. അതായത് ഇത്രയും വെറൈറ്റി ഐറ്റംസ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് ഒരിക്കലും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാലും കിട്ടില്ല. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യൻ ആ ഒരു സെറ്റപ്പിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓർഡർ ചെയ്ത ഞാൻ പഞ്ചാബി താലി ആയിരുന്നു. ഇത് പഞ്ചാബി താലി ആയിരുന്നു. ഇത് പഞ്ചാബി താലി അല്ലേ? ഇത് പഞ്ചാബി താലി. ഇത് പിന്നെ ഒരു ടൈപ്പിലുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും ഓർഡർ ചെയ്തത് 4 തരത്തിലുള്ളതാണ്. അല്ല,
നിനക്ക് വരില്ല അവിടെ? ഇല്ല, നമുക്ക് രണ്ടാൾക്കും പഞ്ചാബി താലി. ഞങ്ങൾക്ക് രണ്ടാൾക്ക് പഞ്ചാബി, മാമനും ആൻറ്റിയും വേറെ മഹാരാഷ്ട്രൻ സ്റ്റൈൽ വേറെ എന്തോ സ്റ്റൈലിലുള്ള ഇത് മസാല പപ്പട്. മസാല പപ്പടം എന്ന് പറയുന്നത്. അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ. പപ്പടത്തിന്റെ മുകളിൽ സവാളയും പിന്നെ കുറെ അങ്ങനെ മിക്സറും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സെറ്റപ്പിലായിട്ട് മസാല പപ്പടം. പപ്പടം ഒരു മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. റിച്ചുമോൾ അത് ട്രൈ ചെയ്തിട്ട് റിച്ചുമോൾക്ക് ഭയങ്കര ഒരു വിമ്മിഷ്ടായിരുന്നു എല്ലാം ചെയ്യാനായിട്ട്. കാരണം പിള്ളേർക്കൊന്നും ഈ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടില്ല. നമുക്കൊക്കെ ഇഷ്ടപ്പെടും, പിള്ളേർക്കൊന്നും ഇങ്ങനത്തെ ടേസ്റ്റ് ഒന്നും അത്ര പെട്ടെന്ന് പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാനായിട്ട് അവരിങ്ങനത്തെ കഴിച്ചിട്ടില്ലാത്തോണ്ട്. നമ്മുടെ അവിടുത്തെ പിള്ളേർക്ക് അല്ല, നമ്മ കഴിച്ചതായപ്പോ അവര് ലച്ചുമോൾക്ക് ഇഷ്ടമായില്ല. ഇതിപ്പോ ഇത് കണ്ടില്ല, ഇത് ഒരു സെറ്റപ്പിലുള്ളതാണ്. ഇത് മഹാരാഷ്ട്രൻ സ്റ്റൈലുള്ള താലിയാന്ന് പറഞ്ഞത് കേട്ടോ മാമൻ. അതില് പപ്പടം ഉണ്ട്, റൊട്ടിന്റെ, പിന്നെ വേറൊരു സംഭവം ഉണ്ട്, കുറച്ച് റൈസ് കാര്യങ്ങളായിട്ട്. ഇതൊക്കെ വെജാണ് കേട്ടാ. കറികൾ തന്നെ നോക്കിയാ വെറൈറ്റി കറികളാ. ഓരോ താലിയിലും ഓരോ വെറൈറ്റി കറികളാണ്. അപ്പൊ എന്റെ താലിയിൽ ഉണ്ടായിരുന്ന കറികളൊന്നല്ല മാമൻ ഓർഡർ ചെയ്തല്ലേ, അതല്ല ആന്റിയുടെ ഉള്ളത്. എല്ലാത്തിനും വെറൈറ്റി അത്രയും ഡിഷസ്, വെറൈറ്റി നോൺ വെജ് അല്ല വെജ് ഡിഷസ് ഉണ്ടായിരുന്നുണ്ടാ. അതായത് പിന്നെ ചമ്മന്തി, അച്ചാറ്, മാങ്ങച്ചാറ്, പിന്നെ ഒരു ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒക്കെ അരച്ച് ചുട്ടരച്ചതെന്നാ പറഞ്ഞത്. ചുട്ടരച്ച് നമ്മുടെ അവിടെ കിട്ടാനുള്ള ഒരു ചുട്ടരച്ച ചമ്മന്തി. ചമ്മന്തി ഒന്നല്ല, വേറൊരു ചമ്മന്തി, വെറൈറ്റി ആയിരുന്നു. മുളകിന്റെ ഫ്ലേവർ ആയിട്ട്, പച്ചമുളകിന്റെ ഫ്ലേവർ ആയിട്ട് അത് നല്ലൊരു ടേസ്റ്റ്. നമുക്ക് ആ ചമ്മന്തി കൂട്ടിയപ്പോ എനിക്ക് ഓർമ്മ വന്നത് നല്ല ചൂട് ചോറിൽ ഈ ചമ്മന്തി ഇട്ട് കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളിയായിരിക്കും. ചൂട് ചോറിലൊക്കെ അടിപൊളി സെറ്റപ്പ് ആയിരിക്കും. ഞങ്ങൾ വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓരോന്നിനും ഓരോ ടേസ്റ്റ് കാരണം എന്താ പറയാ, നമ്മൾ ശരിക്കും ആസ്വദിച്ച് കഴിക്കാന്ന് പറയില്ലേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം കഴിക്കണ ഒരു ഇതുണ്ട്. അപ്പൊ അതിനുള്ളതായിരുന്നു കേട്ടോ. ഇത് എങ്ങനെയാ നമ്മുടെ കൊഴുക്കട്ടയില്ലേ, ഇത് വേറെ എന്തോ പേരാണ് ഇവിടെ. മോമോസിന്റെ ഷേപ്പ് ഒക്കെ മോമോസ് പോലെ, പക്ഷെ ഉള്ളില് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ വരും നമ്മുടെ കൊഴുക്കട്ടയുടെ ഫില്ലിങ്സ്. നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് കൊഴുക്കട്ട എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ നാളികേരവും ശർക്കരയും മാത്രമല്ലേ ഉള്ളൂ. ഇത് വേറൊരു സെറ്റപ്പ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മോമോസിനല്ല, അതിനെന്ത് പേര് പറഞ്ഞു. സത്യം പറഞ്ഞതിന്റെ പേരും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. നല്ല വിശപ്പായിരുന്നു നമ്മൾ ഈ ഐറ്റംസ് വന്നപ്പോ അത് വേഗം കഴിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ആദ്യത്തെ നടപടി. പേരും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല നെയ്യുടെ നല്ല ഫ്ലേവർ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ സത്താറയിൽ വരുന്നുണ്ടെങ്കിൽ റാവൂല് കയറിയിട്ട് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല, സൂപ്പർ ഐറ്റംസ് ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.